അപ്പോൾ നിങ്ങളെല്ലാവർക്കും അറിയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ് ഞാൻ വന്നത്. ഇപ്പോൾ എൻ്റെ തമ്പനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് തന്നെ ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ എന്തോ എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറയണം. കാര്യം എനിക്ക് അത്രത്തോളം ഒരു വിഷമം ഉണ്ടാക്കി. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ സൗദിയിലാണ് നിലവിലുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ നമുക്ക് നാട്ടിലെ ചാനലൊക്കെ ഞാൻ ടി വിയിൽ എപ്പോഴും ന്യൂസൊക്കെ കാണാറുണ്ട്. കാര്യം നാട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയണമല്ലോ. അപ്പോൾ ഈ കുട്ടി മരിച്ച സംഭവമായിട്ട് റിലേറ്റ് ചെയ്ത് എന്നും ന്യൂസുകൾ ഇങ്ങനെ ഞാൻ സാധാരണ കാണുന്നതാണ്. ഇപ്പോൾ മരിച്ചതും മിസ്സിംഗ് ആയത് സംഭവം ഞാൻ പ്രസൻറ്റ് ടൈമിൽ ഞാൻ അറിഞ്ഞില്ലെങ്കിലും പിറ്റേ ദിവസം ഞാൻ അറിഞ്ഞു. അപ്പോൾ മുതൽ ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. ബട്ട് ഇന്നലെ രാത്രി ഇന്നലെ നൈറ്റ് ഞാൻ ടി വി ജസ്റ്റ് ന്യൂസ് വെച്ചുകൊണ്ട് നമ്മൾ കുറേ പണിയൊക്കെ ചെയ്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ബ്രേക്കിംഗ് ന്യൂസ് കണ്ടത്. ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിസൾട്ട് വന്നു. അത് കേട്ടപ്പോഴാണ് എനിക്ക് ആകെ ഷോക്കായത്. ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും കാരണം. ഷോക്കായി എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഷോക്കായി. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടീനെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന്. ആ കുട്ടിക്ക് കേവലം എത്ര പ്രായമുണ്ട്, അതാണ് ആദ്യം ചിന്തിക്കേണ്ട കേസ്. എനിക്കുണ്ടൊരു മോൻ. അത് വെച്ച് ഇങ്ങനെ കമ്പയർ ചെയ്ത് ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് എനിക്കത് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ മോന് 3 വയസ്സ് കഴിഞ്ഞ് 3.5 വയസ്സാവുന്നു. അത്രയുള്ളൊരു പിഞ്ചു കുഞ്ഞിനെയാണ് അവനെങ്ങനെ കാണിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മെൻറ്റാലിറ്റി ഉള്ളവന്മാരൊക്കെയാണ് നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിച്ച് വളർന്നു വന്നത്. അപ്പോൾ എന്ത് പറയാൻ, ആ ഒരു ന്യൂസ് കണ്ടപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റെക്കായിപ്പോയി. സത്യം പറഞ്ഞാൽ ഇപ്പോൾ പറയുമ്പോൾ പോലും ഞാൻ ആലോചിക്കണം ഇതെങ്ങനെ, അതാര് എന്നൊക്കെ ഞാനപ്പോൾ ചിന്തിച്ചു. ഇതെങ്ങനെ ഇങ്ങനെ തോന്നുന്ന മനുഷ്യർക്കെന്നൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതാരായിരിക്കും ഇങ്ങനെ ചെയ്തത്, അവൻ ആരാണ്, അങ്ങനത്തെ ഒരു വൃത്തികേട് ചെയ്തത് അവൻ ആരാണ്, അവൾ എന്തുകൊണ്ട് ഇത്രയും കസ്റ്റഡിയിലായിട്ട് പോലും ഇങ്ങനത്തെ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അവൾ അതിന് ഒരു മുന്നോട്ടൊരു കാര്യം നീക്കി വെച്ചില്ല, അത് പോലീസിനെ എന്തുകൊണ്ട് അറിയിച്ചില്ല, ഇതൊക്കെ എൻ്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഉറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഇതിൻ്റെ ന്യൂസൊക്കെ ഞാൻ വെച്ച് നോക്കിയപ്പോഴാണ് അപ്പോഴെനിക്ക് സംശയം ഉണ്ടായിരുന്നു, എന്തായാലും ഇവളിങ്ങനെ കാശൊക്കെ വാങ്ങിച്ച് മറ്റൊരാൾക്ക് കൊടുത്തെന്ന് പറയുന്നുണ്ടല്ലോ. എന്തായാലും ഈ സാധാരണ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണല്ലോ, മക്കളെ കൊല്ല കാമുകൻ്റെ കൂടെ പോവുക, ഈ ഒരു ഇതാണല്ലോ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന്. ഈ പെണ്ണുങ്ങൾ പറയണം, കുറേ എല്ലാവരെയും പറയാൻ പറ്റില്ല, പക്ഷേ സ്വന്തം ജീവൻ അല്ലെങ്കിൽ സ്വന്തം, എനിക്ക് വാക്കുകൾ തന്നെ കിട്ടുന്നില്ല പറയാനായിട്ട്, സ്വന്തം താല്പര്യത്തിന് സ്വാർത്ഥതയ്ക്ക് വേണ്ടി മക്കളെയൊക്കെ കൊന്നിട്ട് മെറിഞ്ഞിട്ടിട്ടൊക്കെ പോകുന്ന അമ്മമാർ. അപ്പോൾ നമ്മുടെ കുട്ടികളൊന്നും, നമ്മുടെ പെൺമക്കളൊന്നും ഒട്ടും സുരക്ഷിതമല്ല. നമ്മൾ ഈ പെൺമക്കളുള്ള അമ്മമാരൊക്കെ എന്തോർത്ത കുട്ടികളൊന്നും പഠിക്കാൻ വിട്ടാൽ പോലും, എത്ര പഠിക്കാൻ വിട്ടാലും എവിടെ വിട്ടാലും നമ്മൾ അവരത്രയും കെയർ ചെയ്ത് അവരെന്നും നമ്മൾ അത്രയും സംരക്ഷിച്ച് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ. നമ്മുടെ കുട്ടികളെ നമ്മൾ ഈ ചെറുപ്പത്തിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയാലും ഇപ്പോൾ ആ കുഞ്ഞിനെ തന്നെ ഒന്ന് ആലോചിക്കുക. ആ കുഞ്ഞ് ചിലപ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ, ആ തള്ളാന്ന് പറയുന്ന ആ അമ്മ അതിന് ഒന്നും ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല. ആ കൊച്ചിനും എന്തെങ്കിലും വന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിനെ പോട്ടേന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ടാവും. കാര്യം ആ കുഞ്ഞിന് ഇഷ്ടമല്ലല്ലോ, പിന്നെ എങ്ങനെയാണ്? അപ്പോൾ ദയവേത് ഒരു സ്ത്രീകളും ഇങ്ങനെ കുഞ്ഞുങ്ങളെ കാണിക്കരുത്. അടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം. ഈ ജയിലിൽ കൊണ്ടുപോയിടാം, അവിടെ തീറ്റിപ്പോറ്റ ആ ഒരു സിസ്റ്റം മാറ്റണം. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, എത്ര വലിയ ക്രിമിനൽ എത്ര കുറ്റം ചെയ്താലും കുറച്ചാൾ ജയിലിലിടാം, അവിടെ കിടന്ന് തിന്നാം. ആ കുറ്റകൃത്യങ്ങൾ ചെയ്യണവർക്ക് വരാം ആ ഒരു പേടിയില്ലാതെയൊക്കെയാണ്. ഇപ്പോൾ തന്നെ ഈ അടുത്ത് എത്ര കൊലപാതകങ്ങളും ഓരോന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിയമത്തിൽ തന്നെ എന്തെങ്കിലും ഒരു വ്യത്യാസം തന്നെ കൊണ്ടുവരണം ആദ്യം തന്നെ. പിന്നെ എന്ത് പറയാൻ, ഇങ്ങനത്തെ എനിക്കൊന്നും പറയാൻ ഇല്ല. എനിക്ക് അത്രയും വിഷമമായി. ഇന്നലെ ആ ന്യൂസ് കണ്ടപ്പോഴാണ്, ആ ഒരു ബ്രേക്ക് വന്നപ്പോൾ, ആ ബ്രേക്കിംഗ് ന്യൂസ് വന്നപ്പോൾ തന്നെ എനിക്ക് ഷോക്കായി. പിന്നെ പ്രത്യേകിച്ച് ഈ സഹോദരനാണെന്ന് അറിഞ്ഞപ്പോൾ ആ കൊച്ചു എന്തൊരു സ്നേഹത്തിൽ ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്തായിരിക്കില്ലേ അയാളുടെ വിളിക്കുമ്പോൾ അയാളുടെ കൂടെയൊക്കെ പോകുന്നത്. എന്നിട്ട് അയാൾക്ക് എങ്ങനെ ചെയ്യാൻ തോന്നി? ആ അമ്മയുടെ സമ്മതത്തോടു കൂടി തന്നെയായിരിക്കും അയാൾ ചെയ്തത്. അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് ഈ ഒരു വിഷയം അറിയുമ്പോൾ, സ്വന്തം അമ്മയല്ലേ കൊച്ചിനെ കുളിപ്പിക്കാൻ എടുക്കുമ്പോഴായാലും എന്തായാലും ആ അമ്മയ്ക്ക് അറിയാൻ പറ്റില്ലേ? എനിക്ക് വേറെ ഈ വിഷയത്തെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. പക്ഷേ ഇതൊക്കെ തന്നെ പ്ലീസ്, ഈ അമ്മമാർ ദയവ് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റാത്ത അമ്മമാരാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക. അതേപോലെ അമ്മമാരെന്നല്ല, അച്ഛനായാലും അമ്മയായാലും മക്കളെ നോക്കാനുള്ള ഒരു പക്വത, ആ ഒരു മെൻറ്റാലിറ്റി ഒന്നുമില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാതിരിക്കുക. കുഞ്ഞുങ്ങളെ കിട്ടാനായിട്ട് എന്തോരം ആൾക്കാരാണ് പ്രാർത്ഥിച്ച് നേർച്ചയായിട്ട് നടക്കണം. അപ്പോൾ എനിക്കൊന്നുമില്ല, എനിക്കൊരു മോനുണ്ട്, 3 വയസ്സ് 3.5 വയസ്സാവാൻ പോകുന്നു. അപ്പോൾ അവൻ്റെ അത്രയും പ്രായമുള്ള, അവന് എന്താ അറിയാം, അത്രയുള്ളൊരു കുഞ്ഞിനെ ഇത്രയൊക്കെ അനുഭവിച്ചെന്ന് പറഞ്ഞപ്പോൾ വളരെയധികം വിഷമം തോന്നി. അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഓക്കെ.